ചേച്ചി ഞാൻ കാറിലാണ് ഇവിടത്തെ കാറിൽ സ്ക്രാച്ച് വീണത്. നായ കൂക്കിയടിയപ്പോ അതിനെ ഇടിക്കാതിരിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ വെട്ടിച്ച് മാറ്റി. ചേച്ചിയും കാര്യം ഉണ്ടായിരുന്നല്ലേ, അതിന്റെ പേരിൽ എന്റെ സാലറിന്ന് 2000 കട്ട് ചെയ്ത്. ഞാൻ മാനേജറിന്റെ അടുത്ത് കുറെ പറഞ്ഞു, എന്റെ കാര്യമൊക്കെ അവർക്ക് അറിയാന്നുള്ളതല്ലേ ചേച്ചി. നാളെ അമ്മക്ക് ചിട്ടിപ്പൈസ കൊടുക്കണം, അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഒന്നും കാണൂല. ഞാൻ എന്ത് ചെയ്യും? എടാ, നിനക്കറിയാലോ ഓഫീസിലെ കാര്യം, എനിക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല. എനിക്ക് ഞാൻ 2000 രൂപ അയച്ചു തരാം. വേണ്ട ചേച്ചി, ഞാൻ ഇപ്പൊ തന്നെ കുറെ തരായില്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എന്ത് ചെയ്യാൻ? ഞാൻ പൈസ എന്തിനും നീ വേറെ അടുത്തിലും കടം വാങ്ങും, അതല്ലേ ചെയ്യാൻ പോണേ? അത് വേണ്ട, ഞാൻ അയച്ചു തരാം. എനിക്ക് ഒരുമിച്ച് തിരിച്ചയച്ചാൽ മതി. ചുമ്മാ ചെറിയ പിള്ളേരെ പോലെ കരയാനായിട്ട്. കണ്ണീര് പഠിച്ചേ. ഓക്കെ. പിന്നെ പൈസ നീ തന്നെ അടച്ചാൽ മതി, അമ്മയുടെ കൊടുക്കണ്ട കേട്ടോ. ഓക്കെ. സത്യം പറയടി, നീ ആ ഡ്രൈവർ പയ്യനായിട്ട് എന്താ ബന്ധം? നിങ്ങൾ തമ്മിൽ ഡിങ്കോൾഫല്ലേ? തേങ്ങ പറഞ്ഞോട്ടെ. അങ്ങനെ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ എന്താ ഇടപാടെന്ന് പറഞ്ഞിട്ട്? എടി, എനിക്ക് അവൻ എൻ്റെ ചെറുപ്പം തൊട്ടറിയാം. അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ ആക്സിഡൻ്റായി മരിക്കണം. ഇപ്പോൾ അവനവൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഇവൻ്റെ അമ്മ എന്ന് പറയുന്നൊരു പ്രത്യേക ക്യാരക്ടറാണ്. പണിക്കൊന്നും പോയില്ല. കുറേ നാള് ഇവർ കുടുംബക്കാരെ ഓസിയാണ് ജീവിച്ചത്. അപ്പം കുടുംബക്കാരും അടുത്ത് മാറി നിന്നപ്പം ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് ചെറുക്കൻ ജോലിക്ക് പോയി തുടങ്ങി. ഇപ്പം ആ സ്ത്രീ ജീവിക്കണേ ഇവനെ പിഴിഞ്ഞെടുത്തിട്ടാ. പിന്നെ ഈ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി അധ്വാനിച്ചുകൊണ്ട് വരും. ഇവർ ആ കാശിന് ഓൺലൈനിൽ ഓരോ സാധനങ്ങൾ വാങ്ങിക്കും. ഡ്രസ്സ്, ഓർണമെന്റ്സ്, ഫുഡ്. മര്യാദയ്ക്ക് ഫുഡ് പോലും ഇവർ വെക്കാറില്ല. ഇവനാണെങ്കിൽ ഇവൻ്റെ അമ്മ എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാ. അവരാണെങ്കിൽ അത് നന്നായി മുതലെടുക്കുക. ഇപ്പം തന്നെ അച്ഛൻ മരിച്ചതിനേക്കാൾ ഇരട്ടി ഇവരുടെ കടം. ശരിക്കും പറഞ്ഞാൽ ഇവര് ഒരുമാതിരി അടിമയെ പോലെ ഇവനെ പണിയെടുപ്പിക്കണേ. ഇവനാണെങ്കിൽ അവർക്ക് മനസ്സിലാവത്തുമില്ല. പാവം. അല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ തേങ്ങയില്ല കേട്ടോ. ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ലേ മോനെ? ഞാൻ ഈ സമയം കൊണ്ട് കിട്ടത്തില്ലെന്ന് വിചാരിച്ചേ. നീ വാങ്ങിയില്ലേ? ഇല്ല, ഞാൻ പുറത്തുനിന്ന് ദോശ കഴിച്ചു. മോനെ, നാളത്തെ ചിട്ടിപ്പൈസയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അക്കൗണ്ടിൽ ഉണ്ടോ? ഞാൻ രാവിലെ തന്നെ എടുത്തേ. 10,000 രൂപ ചെറുക്കനെടുത്ത് തരാന്നാ പറഞ്ഞേ. ഞാൻ ഈ 10,000 കൊടുത്ത് ജോയിൻ ചെയ്തിട്ട് എൻ്റെ താഴെ 2 പേരെയും കൂടി ജോയിൻ ചെയ്യിപ്പിച്ചാൽ ഈ പൈസ ഇങ്ങ് കിട്ടി തുടങ്ങുമല്ലോ അല്ലേ? പരിപാടി ഏതായാലും കൊള്ളാം. എന്തുവാ ഇതിന്റെ പേര്? MLA അല്ലേ ചേച്ചി? MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ചേച്ചി, അത് മാത്രമല്ല, ടീം മെമ്പേഴ്സിനെ എല്ലാം കൂടി ഒരു ട്രിപ്പ് ഉണ്ടാകും. ട്രിപ്പ് നോക്കുമ്പോഴേ മൂന്നാറിലേക്ക് പോവാം. ഞാനാണ് ഇതുവരെ പോയിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം അങ്ങോട്ടൊക്കെ ഒന്ന് പോവാൻ. അങ്ങേരുണ്ടായിരുന്നപ്പോൾ എങ്ങും കൊണ്ടുപോകൂല. ചെറുക്കനും അതുപോലെ തന്നെ. പൈസയൊക്കെ ചെറുക്കൻ്റെ എങ്ങനെയും ഞാൻ വാങ്ങിച്ചെടുക്കാം. നീ തീരുമാനിക്കുമ്പോൾ 3 പ്ലാൻ ചെയ്യും. ശരി, താങ്ക് യു. ചേട്ടായി, അടുത്ത മാസം വാടക മൊത്തം തരാം ചേട്ടായി. ഇത്തവണ ചേട്ടായി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയൊന്നും ഉണ്ടാവൂല ചേട്ടായി. ഉണ്ടാകരുത്. നമുക്കൊരു ജീവിതമേ ഉള്ളൂ. അത് ആർക്ക് വേണ്ടി അടിമപ്പെട്ട് ജീവിക്കരുത്. മോൻ്റെ ഈ ചിരിയും സ്വപ്നമൊന്നും ആർക്ക് വേണ്ടിയും വേണ്ടാന്ന് വെക്കരുത്. മോൻ നന്നായി പഠിച്ചിട്ട് വേണം അച്ഛനും സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ. മക്കളിവിടെയൊക്കെ അപ്പം പോയി കട തുറന്നിട്ടിട്ട് വരാം. വേണ്ട, അവിടെ നിന്നാ മതി, ഞാൻ പോയിട്ട് വന്നോളാം. ഒന്നുമില്ല അമ്മ, അമ്മ വാങ്ങിക്കോ. മനുഷ്യനെ മനസമാധാനമായിട്ട് ഉറക്കത്തുമില്ല, നാശം പിടിക്കാൻ. അച്ഛാ